മിസ്കീൻ എന്നത് രണ്ട് അറബി വാക്കുകൾ ചേർന്നതാണ്. മസക, സക്കന. അതിൻ്റെ അർത്ഥം ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടയാൾ എന്നാണ്. മിസ്കീൻ എന്നാൽ ദരിദ്രർ എന്നല്ല, ഫുഖറാ എന്നാണ് ദരിദ്രർക്ക് അറബിയിൽ പറയുക. മിസ്കീൻ എന്നത് വലിയൊരു ആശയമാണ്. പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്തവർ, അതിൽ അകപ്പെട്ടുപോയവർ, സാമ്പത്തികമായോ രാഷ്ട്രീയപരമായോ ആയ പ്രശ്നങ്ങൾ ഉള്ളവർ. ഉദാഹരണത്തിന് ഒരു ടാക്സി ഡ്രൈവർ. അയാൾ വണ്ടി ഓടിച്ചാണ് തൻ്റെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പെട്ടെന്ന് അയാളുടെ കണ്ണുകൾക്ക് രോഗം ബാധിച്ചു. ഇനി വണ്ടി ഓടിക്കാൻ പറ്റുകയില്ല. അയാൾക്ക് വേറെ ജോലിയൊന്നും അറിയില്ല. യഥാർത്ഥത്തിൽ അയാൾ ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ്. അയാളുടെ വരുമാനം നിലച്ചുപോയി. അയാളൊരു ഭിക്ഷക്കാരനല്ല, ഒരു ദരിദ്രനുമല്ല. വയസ്സായി വിരമിച്ചവരെ നമുക്കറിയാം. അവരുടെ പെൻഷൻ കാശ് കൊണ്ട് വീട്ടിലെ സാധനങ്ങൾ വാങ്ങാൻ പോലും തികയുകയില്ല. അവർ യഥാർത്ഥത്തിൽ പെട്ടിരിക്കുകയാണ്. വേറെ ജോലിയൊന്നും ചെയ്യാനും പറ്റില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ വളരെയധികമുണ്ട്. അങ്ങനെ ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. വിധവകളായ ഒരുപാട് ഉമ്മമാർ. അവർക്ക് മക്കളെ വളർത്താനുള്ള പൈസയില്ല. ജോലിക്ക് പോവുകയാണെങ്കിൽ മക്കളെ നോക്കാനും പറ്റില്ല. അവരുടെ കൂടെ വേറെ കുടുംബക്കാർ ആരും തന്നെ ഉണ്ടാവുകയില്ല. ഇവരാണ് മിസ്കീനുകൾ. അവർ പെട്ടിരിക്കുകയാണ്. പല പ്രശ്നങ്ങളും അവരെ പിടികൂടിയിരിക്കുന്നു. അവരെ നന്നായി നോക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്. അതിൽ ആദ്യം പരിഗണിക്കേണ്ടത് കുടുംബക്കാരെയാണ്, പിന്നെ നമ്മുടെ സമുദായത്തിൽപ്പെട്ടവരെയും. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? നമ്മൾ എങ്ങനെ അവരെ മനസ്സിലാക്കും? അതിന് നമ്മൾ അവരെ അറിയാൻ ശ്രമിക്കണം. ആളുകളെ അടുത്തറിയണം. ജുമാ കഴിഞ്ഞ് സലാം പറഞ്ഞ് പോവാതെ പള്ളിയിൽ തന്നെ ഇരുന്ന് അവരോട് നല്ല നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കണം. അപ്പോഴാണ് നമ്മൾ ഒരു സമുദായമായി മാറുന്നത്. ആർക്കെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ യാചിക്കുകയോ പള്ളിക്ക് പുറത്തു നിന്ന് കൈനീട്ടേണ്ട ആവശ്യമോ ഇല്ല. ജോലി പോയാലോ ഏതെങ്കിലും രോഗം ബാധിച്ചാലോ നമ്മൾ അറിയും. അതൊക്കെ നമ്മൾ രഹസ്യമായി തീർപ്പ് കൽപ്പിക്കും. ഇങ്ങനെയാണ് ഒരു സമുദായം ആവേണ്ടത്. ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾ ഓർക്കണം. തഹാബൂ, പരസ്പര സ്നേഹമില്ലാതെ നിങ്ങൾ വിശ്വാസികളാവുകയില്ല. അതുപോലെ സലാം വർദ്ധിപ്പിക്കാനും പറയുന്നുണ്ട്. അതെന്തിനാണ്? വെറുതെ സലാം പറഞ്ഞാൽ മതിയോ? നീ നിൻ്റെ പണി ചെയ്തോ, ഞാൻ എൻ്റെത് ചെയ്യാം. അത് തെറ്റാണ്. നിങ്ങൾ പരസ്പരം പരിചയപ്പെടണം. അങ്ങനെയാണ് നമ്മൾ ആരാണ് മിസ്കീൻ എന്ന് അറിയുകയുള്ളൂ. അടുത്തത് ഇബ്നു സബീൽ ആണ്. നമ്മൾ അവരെ വഴിയാത്രക്കാർ എന്ന് വിളിക്കും. അവരെയാണ് ഇബ്നു സബീൽ എന്ന് വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ അവർ മറ്റു കാര്യങ്ങളിൽ പെട്ടവരാണ്. ഒരു സ്ഥലത്ത് മാത്രം നിന്നുകൊണ്ട് ജീവിക്കാൻ പറ്റാതെ നിരന്തരം യാത്ര ചെയ്യുന്നവർ. പണ്ടുകാലത്തെ സമൂഹങ്ങൾ ചെയ്തതുപോലെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് തീർത്ഥാടന യാത്രകൾ ചെയ്യുന്നവർ. എന്നാൽ മുസാഫിർ എന്ന് നമ്മൾ പറയുന്നവർ നഗരത്തിലൂടെ വെറുതെ യാത്ര ചെയ്യുന്നവരാണ്. ഇബ്നു സബീൽ എന്ന് പറയുന്നവർ താമസിക്കാൻ സ്വന്തമായി വീടില്ലാത്തവരാണ്. അവർ വാടകയ്ക്കും സുഹൃത്തുക്കളുടെ വീട്ടിലും ഒക്കെയാണ് താമസിക്കുക. അവരുടെ അവസ്ഥ യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. സ്വന്തമെന്ന് പറയാൻ അവർക്ക് ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. നമ്മൾ അവരെ കണ്ടെത്തണം, എന്നിട്ട് അവരെ സഹായിക്കണം. ഉദാഹരണത്തിന്, ദൂരെ എവിടെയെങ്കിലുമുള്ള ഒരു ബന്ധു നിങ്ങളെ വിളിച്ച് പറയുകയാണ്, നമുക്കിവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, കുട്ടികൾ കുറച്ച് ദിവസത്തേക്ക് അവിടെ വന്ന് താമസിക്കട്ടെ. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടേതായ പല കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ അവർ ചോദിക്കും, നമ്മളും കുറച്ച് ദിവസത്തേക്ക് അങ്ങോട്ട് വരട്ടെ. അതവരുടെ അവകാശമാണ്. അത് അവരുടെ കൂടി വീടാണ്, നമ്മുടെ മാത്രമല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ ഹക്കാണ്. നമ്മളത് നൽകണം. നമ്മളൊരിക്കലും ഇങ്ങനെ പറയരുത്, ഇവിടെ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഞാൻ ഏതെങ്കിലും ഹോട്ടലിൻ്റെ നമ്പർ തരാം, അവിടെ വിളിച്ച് ചോദിക്കുക. അത് പാടില്ല. നമ്മൾ സഹകരിക്കണം. അവർക്ക് അവകാശങ്ങൾ നൽകണം. പിതാവിന്റെ ശരീരത്തിൽ നിന്ന് സ്രവിക്കപ്പെടുന്ന 20 മുതൽ 40 ലക്ഷം വരെ ബീജഗണങ്ങൾ മാതാവിന്റെ ശരീരത്തിൽ നിന്ന് സ്രവിക്കുന്ന അണ്ഡവുമായി കൂടിച്ചേർന്ന്
അണ്ടവാഹിനിക്കുഴലിലെ ഇന്ദ്രിയബിന്ദുവായി മനുഷ്യനവന്റെ ജീവിതത്തിന്റെ യാത്രാരംഭമാവുകയാണ്. ബദാം പരിപ്പിന്റെ വലിപ്പമുള്ള അണ്ടാശയത്തിൽ നിന്ന് വരുന്ന ഈ കുഞ്ഞു വസ്തു പിതാവിന്റെ ബീജവുമായി ചേരുന്നിടത്തു നിന്ന് ഒരു അത്ഭുത സൃഷ്ടിയുടെ ആരംഭമുണ്ടാവുകയാണ്. 96,560 കിലോമീറ്റർ നീളമുള്ള രക്തക്കുഴലുകളും 1 മിനിറ്റിൽ 1,00,000 തവണ മിടിക്കുന്ന ഹൃദയവുമുള്ള മനുഷ്യൻ നിർമ്മിക്കപ്പെട്ടത് 1 മില്ലിമീറ്ററിന്റെ 1000ൽ 1 മാത്രം വലുപ്പമുള്ള കോശമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു വസ്തു. അത്തരം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കോശങ്ങളിൽ നിന്നാണ്. 5 ട്രില്യൺ മുതൽ 200 ട്രില്യൺ വരെ കോശങ്ങൾ ഒരൊറ്റ മനുഷ്യന്റെ ശരീരത്തിലുണ്ടെങ്കിൽ ഒരു കോശത്തിൽ 63 ക്രോമസോമുകളുണ്ടെന്ന ശാസ്ത്ര പഠനങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണും കാതും കിഡ്നിയും ഈസോഫാഗസും ഓജി ജംഗ്ഷനും ഹൃദയവും പാൻക്രിയാസുമെല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഒറ്റ ശ്വാസത്തിൽ ഒരുമിച്ചൊരായിരം തവണ ആവർത്തിച്ചു പറയാവുന്ന 1000 അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ആ രക്ഷിതാവിനെ ഓർത്തുകൊണ്ടായിരിക്കണം ഓരോ നമസ്കാരത്തിന്റെയും ശേഷം അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്നൊക്കെ ഒരു വിശ്വാസി ഉച്ചരിക്കുന്നത്. അവിടെ നമ്മുടെ പ്രാർത്ഥനകൾക്കും മന്ത്രങ്ങൾക്കും പ്രകീർത്തനങ്ങൾക്കുമൊക്കെ അർത്ഥം വരികയാണ്. അവിടെ നമ്മുടെ ഉള്ളിലെ മനസ്സിന്റെ ഉള്ളിലെ അശ്രദ്ധകൾ മായുകയാണ്. നമ്മളെന്നൊരു പുതിയ മനുഷ്യൻ ജീവിതത്തിന്റെ ആത്മീയ യാത്രയിൽ പുതിയ കരുത്തോടെ പ്രയാണം തുടരുകയാണ്.